കൂലി ചോദിക്കാനായിട്ട് അങ്ങനെ പോവുക. ഇത് അങ്ങ് കൊടുക്കാം. ശോഭിച്ചോ? ആ മോളെ, ഇത്തിരി പച്ചമുളകതിനെ ഇത് മോക്ക് തരാൻ കൊണ്ടുവന്നതാ. നല്ല നാടൻ മുളകാന്നല്ലോ. ശോഭിച്ചിന്റെ വീട്ടിലുണ്ടായതാ? ആയിക്കോട്ടെ ശോഭിച്ചി. ഇല്ല മോളെ, ഇന്നത്തെ കൂലി ഉണ്ടായിനോ? അയ്യോ, ഞാൻ എൻ്റെ കാര്യം മറന്നു ശോഭിച്ചി. ശോഭിച്ചി, ഞാൻ ഏറ്റവും പൈസ എടുത്തിക്കില്ലല്ലോ. നാളെ തന്നാ പോരെ? അതിന് ഓണമൊക്കെ അല്ലേ മോളെ, കുറെ അത്യാവശ്യങ്ങളുണ്ടായിനെ. അതുകൊണ്ടാണ് ഞാനിപ്പം വന്ന്. എൻ്റെ ശോഭിച്ച് ഒരു 750 റുപ്യേൻ്റെ കാര്യമില്ലല്ലോ. നാളെ തരാം. ശോഭിച്ച് നാളെ രാവിലെ വന്നാൽ മതി. ഏട്ടാ നിൽക്കേ, നല്ല നാടൻ പച്ചമുളകാ. അതാരായിരുന്നു വന്നത്? അത് അപ്പുറത്തെ ശോഭിച്ച. എന്തായിരുന്നു ശോഭിച്ച് വന്നേ? അത് 2 ദിവസം മുന്നേ ഇവിടെ ചുറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതിൻ്റെ പൈസ ചോദിച്ചു വന്നാ. അതെന്തിനു കൊടുക്കായിരുന്നേ? അതൊരു 750 റുപ്യേൻ്റെ കാര്യമില്ലേ, അത് കൊടുക്കുന്നുണ്ട്. ആഹാ, നിന്റെ സാലറി ഇങ്ങനെ പിടിച്ചു വെച്ചാൽ നീ എന്താ ചെയ്യാ? അതുപോലെയാണ് ഈ 750 രൂപ. എടി, നിനക്കത് വെറും 750 ആയിരിക്കും, പക്ഷെ അവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. എടി, അവർക്ക് ഓണത്തിന് കുറേ സാധനമൊക്കെ മേടിക്കാനുള്ളതായിരിക്കും. നിനക്കത് കൊടുത്തുകൂടായിരുന്നോ? പിന്നെ ഒരു 750 റുപ്യക്ക് ഓണം ആഘോഷിക്കുന്നത്. നിന്റെ കയ്യിൽ ഇല്ലാണ്ടൊന്നല്ലോ, നീ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? എൻ്റെ ഏട്ടാ, അത് കൊടുക്കാം. 750 രൂപയല്ലേ? പൈസ കൊണ്ടേ കൊടുത്തേ. ഇത് കൊടുത്തിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. പണിയെടുത്താൽ കൂലി അപ്പം തന്നെ കൊടുത്തോണം. ശോഭേച്ചി, ഒന്ന് നിൽക്കേ. ശോഭേച്ചി, ഇതാ പൈസ രാഹുലാൻ്റെ ഉണ്ടായേ. വലിയ കാര്യം മോളെ, ഒന്നും വിചാരിക്കണം കേട്ടോ. ഇല്ല, അത്രയും അത്യാവശ്യം ആയതുകൊണ്ടാ. ശോഭേച്ചി എന്തായാലും ഓണൊക്കെ നല്ലോണം ആഘോഷിക്കാം. ഉം. ശരി, ആയിക്കോട്ടെ.